ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 2 മാസത്തെ വിശേഷങ്ങളും ഒപ്പം നമ്മുടെ കഴിഞ്ഞ കമ്പാരിസൺ വീഡിയോ കണ്ടവർക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരു പ്രോപ്പർ ആൻസർ ഇല്ലായിരുന്നു. അതിനുള്ള വ്യക്തമായ ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഷെഡിങ് പീരീഡ് തന്നെയാണ്, അറിയാമല്ലോ. 3 മാസം ഷെഡിങ് പീരീഡാണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഇപ്പോഴും മുടി പോകുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ കണ്ട ഓൾമോസ്റ്റ് നല്ല കഷണ്ടി ഫീൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാം, നമുക്ക് ചെറിയ ചെറിയ കുറ്റി ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ശരിക്കുമുള്ള ആക്ച്വൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി നമുക്കൊരു 6 മാസം മുതൽ ഒരു കൊല്ലമാണ് ശരിക്കുമുള്ള നമ്മുടെ റിസൾട്ട് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ അറിയാം, ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല രീതിയിലൊക്കെ എല്ലാം കവറായിട്ടുണ്ട്, ഫുള്ള് കവറായിട്ടുണ്ട്. നമുക്കൊരു ഹെയർ എടുത്ത ഒരു ഫീൽ. എനിക്കിതാ ഇവിടെ ആയിട്ട് എനിക്കൊരു ഡാർക്ക് സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കറുത്ത പാടായിരുന്നു ഇവിടെ. ഞാൻ അവരെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് വാഷ് ചെയ്താൽ പൊക്കോളൂ എന്നാണ് അവർ പറഞ്ഞു. പക്ഷേ ഞാൻ 2-3 തവണ വാഷ് ചെയ്തിട്ടും എനിക്കത് മാറിയില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്തിട്ടല്ല വാഷ് ചെയ്യുന്നത്, നമ്മൾ വളരെ സ്മൂത്തായിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ വാഷ് ചെയ്യിച്ചു. അവരെ കൊണ്ട് വാഷ് ചെയ്തപ്പോൾ അതെല്ലാം ക്ലിയർ ആയി, ഇപ്പോൾ നോർമലായി. കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെ മോശമായിട്ട് ബാധിച്ചേക്കാം. ഒന്നാമത് തന്നെ നമ്മുടെ ഇവിടുത്തെ വഴി മുഴുവൻ പൈപ്പ് ലൈനിൻ്റെ പേരിൽ കുത്തിപ്പിടിച്ച് നാശമാക്കിയിട്ടേക്കുക. പൊടി കാരണം നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഹെയർ കവർ ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഹെയർ കവർ ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും. നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് GFC ആയിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ പ്രോസസ്സാണ് മൊത്തം ഉള്ളത്. നമ്മൾ വന്നു, നമുക്കൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കിറ്റുമായിട്ട് നമ്മൾ നേരെ പോയി ബ്ലഡ് എടുക്കും ഫസ്റ്റ്. അതിനുശേഷം ഏകദേശം ഒരു 1 അവർ പ്രോസസ്സിങ് ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ ഇത് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഈ ട്രാൻസ്പ്ലാന്റഡ് ഏരിയ ഏകദേശം ഇപ്പോഴും മരച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് അത്ര വലിയ പെയിൻ എടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ ക്രൗൺ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ രീതിയിലൊരു പെയിൻ ഉണ്ട്. എന്നാലും നമുക്കത് സഹിക്കാൻ പറ്റുന്ന പെയിനായിരിക്കും. പിന്നെ ഇവിടെ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വരുന്നവർക്ക്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ പോകാൻ കഴിയുന്ന അതിമനോഹരമായ സ്പോട്ടാണ് ഇവിടെ ആദിയോഗി. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട്. വളരെ മനോഹരമായ ഒരു സ്പോട്ടാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് ആയാലും അവിടുത്തെ ലൈറ്റ് ഷോസ് ആണെങ്കിലും ഭയങ്കര വൈബാണ്. നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചിഫിക്കേഷൻ ഫീൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ കമ്പാരിസൺ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വ്യക്തമായ ആൻസർ ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ GFCക്ക് പോയപ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രധാന ചോദ്യമായിരുന്നു, എന്തിനാണ് ഇവർ ഓവറായിട്ട് ഡോണർ സൈഡിൽ നിന്ന് ഹെയർ എടുക്കുന്നതെന്ന്. അതിന് നമുക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാക്കിലെ ഡെൻസിറ്റി എന്തുമാത്രമാണോ അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഫ്രണ്ടിലും ഹെയർ ഇംപ്ലാന്റ് ചെയ്യുന്നത്. നല്ല ഡെൻസിറ്റിയാണ് ബാക്കിലെങ്കിൽ ആ ഒരു ഡെൻസിറ്റി തന്നെ നമുക്ക് ഫ്രണ്ടിലും ഹെയർ കിട്ടാൻ വേണ്ടിയാണ് അവർ ഓവറായിട്ട് ഗ്രാഫ്റ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നതാണ് അവർ നമുക്ക് നൽകിയ ഉത്തരം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്നൊരു ചോദ്യമാണ്, മേ ബി ഒരു സെക്കൻഡ് സിറ്റിംഗ് വരുവാണെങ്കിൽ അതിനാവശ്യമായ ഗ്രാഫ്റ്റ് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഓൾറെഡി അവർ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് സിറ്റിങ്ങിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ ഹെയർ, സെക്കൻഡ് സിറ്റിങ്ങിലേക്ക് ആവശ്യമായ ഹെയർ റിസർവ് ചെയ്ത് വെച്ചിട്ടാണ് അവർ ഫസ്റ്റ് സിറ്റിങ്ങിനുള്ള ഹെയർ എടുക്കുന്നതെന്നാണ് അവർ നമുക്ക് പറഞ്ഞത്. പിന്നെ അവരുടെ കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഉത്തരം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ തിരക്കിയപ്പം അവർ പറഞ്ഞത് തീർച്ചയായിട്ടും അവരവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യാം എന്നാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൈഡിലും ബാക്കിലൊക്കെ ഭയങ്കരമായിട്ട് മുടി വളർന്നങ്ങ് ഇറങ്ങിയേക്കുക. കാണുമ്പോഴേ നല്ലൊരു കഷണ്ടി ഫീലാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡും ബാക്കിലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയേക്കാന്ന് കരുതിയിരിക്കുക. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ തുടർന്നുള്ള അപ്ഡേറ്റ്സും അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമാണ് നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം വീഡിയോയുടെ തുടർന്നുള്ള അപ്ഡേറ്റ്സ് അറിയുന്നതിനായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക.